മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രമായിരുന്നു മലക്കോട്ടെ വാലിബൻ. സംവിധായകൻ ലിജു ജോസ് പല്ലിശ്ശേരി നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത്. ചിത്രം തിയേറ്ററിലെത്തിയതിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലിജു ജോസ് പല്ലിശ്ശേരി ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വൈരാഗ്യത്തോടെ ജീവിക്കേണ്ട ആവശ്യം എന്താണെന്ന് താൻ ചിന്തിക്കാറുണ്ടെന്നും രാവിലെ ഫോൺ തുറന്നാൽ തന്നെ ആളുകൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതാണ് കാണുന്നതെന്നും സംവിധായകൻ ലിജു ജോസ് പല്ലിശ്ശേരി പറഞ്ഞു. ചുറ്റിക വെച്ച് തലയോട്ടി അടിച്ച് തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടതെന്ന് പറയുന്ന ലിജോ എത്ര ആളുകളെ കൊന്നുവെന്ന് കണക്കെടുക്കാനോ ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ട് അതിന്റെ ഇടയിലൂടെ ചോരയിലൂടെ നടന്നു പോകുന്ന ഹീറോയെ കാണിക്കാനോ പാടില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊറോണയെല്ലാം കടന്നു വന്ന ആളുകളാണ് നമ്മൾ. കേരളത്തെ സംബന്ധിച്ച് മഹാപ്രളയമൊക്കെ കടന്നു വന്ന ആളുകളാണ്. അതിനുശേഷം കൊറോണ വന്നു. എന്നിട്ടും എന്തിനാണ് നമ്മൾ ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമ ആസ്വാദനത്തിന് മറ്റൊരുത്തന്റെ വാക്ക് നമ്മൾ എന്തിനാണ് അടിസ്ഥാനമാക്കുന്നത്? 10 സിനിമകൾ മാത്രം ചെയ്ത പരിചയമുള്ള ഞാൻ എന്റെ മൊത്തം സിനിമയുടെ അനുഭവത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ചിത്രമാണ് വാലിബൻ. മലക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ഇങ്ങനെയൊരു ഹേറ്റ് കിട്ടുമ്പോൾ ലിജു ജോസ് പല്ലിശ്ശേരി കുറെ കാര്യങ്ങൾ തന്നെ പറയുകയും ചെയ്തിരുന്നു. 4 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മോഹൻലാൽ. ഇത്രയും വർഷത്തിനിടയിൽ വ്യത്യസ്തങ്ങളായ വിവിധ കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം ജീവൻ നൽകിയത്. ബോക്സ് ഓഫീസിലെ വിജയപരാജയങ്ങൾ ഒരുപോലെ അടുത്തറിഞ്ഞ നടനാണ് മോഹൻലാൽ. വലിയ ഹൈപ്പിൽ വന്ന പല മോഹൻലാൽ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ ഹൈപ്പോടെയും പ്രമോഷനോടെയും വന്ന മോഹൻലാൽ ചിത്രമായിരുന്നു ഒടിയൻ. തന്റെ കാഴ്ചപ്പാടിൽ അതൊരു നല്ല സിനിമയാണെന്ന് പറയുകയാണ് മോഹൻലാൽ. താൻ കാണുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി മികച്ച സംവിധായകരുടെ സിനിമകളും ലോകത്ത് പരാജയപ്പെട്ടിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. ഒടിയനും എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു സിനിമയാണ്. കാരണം ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളും അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ജയപരാജയങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ലോകത്തുള്ള എത്രയോ വലിയ സിനിമകൾ, എത്രയോ വലിയ സംവിധായകരുടെ സിനിമകൾ മോശമായി പോയിട്ടുണ്ട്. അതിനൊന്നും ഒരു ന്യായീകരണം പറയാൻ കഴിയില്ല. അങ്ങനെ എത്ര സിനിമകൾ, മോശം സിനിമകൾ ഇല്ലെങ്കിലും മറ്റുള്ളവർ മോശമായിട്ട് കണ്ട പല സിനിമകളും വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. അതൊരു മാജിക് റെസിപ്പിയാണ്. അതിനെക്കുറിച്ച് ലോകത്ത് ആർക്കും അറിയില്ല. മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു.